ബഹുമാനപ്പെട്ട രശ്മി ടീച്ചർ, മറ്റധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞതിൽ വീണ്ടും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. താങ്ക് യു. സ്കൂൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു വായനാ ദിനത്തിനെ പറ്റി രണ്ട് വാക്ക് പറയണോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കൂടിയിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? വായനാ ദിനം അല്ലെ? വായന വായിക്കും. ഇതല്ലേ നിങ്ങളുടെ വായന അല്ലേ? അതൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ അതേ വായിക്കൂ. കാരണം നമ്മൾ പണ്ട് തൊട്ടേ, നമ്മളെ LKG തൊട്ടേ, അല്ലെങ്കിൽ നമ്മൾ അംഗൻവാടി തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നത് ഇതെല്ലാമാണ്. അല്ലാതെ നമ്മൾ MP വാസുദേവൻ നായരുടെ കൃതികൾ വായിക്കൂ ഇല്ല. ചങ്ങമ്പുഴയുടെ കവിതകൾ വായിക്കൂ ഇല്ല. SK പൊറ്റേക്കാരനെ പറ്റി അറിയാമോ? അറിയാമോ? അറിയത്തില്ല. കുഞ്ചനമ്പ്യാരെ പറ്റി, ഉള്ളൂരിനെ പറ്റി അറിയാമോ? ആരൊക്കെ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുള്ളതെന്ന് അറിയാമോ? പോലെ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും അറിയാമോ? ഖുർആനും ബൈബിളും അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് ഞാൻ തുറന്ന് പറയും. എന്നാല് നമ്മൾ പഠിക്കുന്നതെല്ലാം മാറ്റുന്നത്, നമ്മുടെ ബയോളജിയും ഫിസിക്സും മലയാളവും കെമിസ്ട്രി എല്ലാം മാറ്റുന്നത്. ഇനി തൊട്ട് ദിവസവും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് വായിച്ചിരിക്കണം? മറ്റു പുസ്തകങ്ങൾ വായിക്കണം. അത് ഏത് ഭാഷയായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, തമിഴ് അറിയാവുന്നവർക്ക് തമിഴിലായിക്കോട്ടെ, എല്ലാ കൃതികളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വായിച്ചിരിക്കണം. അത് നിങ്ങളെ നിങ്ങളാക്കി മാറ്റും. നിങ്ങളെ ഇപ്പൊ നിങ്ങളല്ല, നിങ്ങൾ മറ്റാരുടെയോ ചെറുപ്പടിക്ക് നിൽക്കുന്ന, മറ്റാരുടെയോ ചിന്തകൾക്ക് നിൽക്കുന്ന, മറ്റാരുടെയോ സംസാരത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ഒരു വായനാശീലം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങളായിട്ട് മാറും. ഇത് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് വിട്ട് സ്വതന്ത്രരായിട്ട് മാറും. സ്വതന്ത്രമായ ചിന്തയുള്ളവരായിട്ട് മാറും. സ്വതന്ത്രമായ കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറും. വിദ്യന്മാരാക്കി എന്ത് ചെയ്യുന്നു? മഹാഭാരതത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. എഴുതിയത് ആരാണ്? വ്യാസന്റെ മഹാഭാരതം. പക്ഷേ MP വാസുദേവൻ നായരുടെ രണ്ടാം പൂഴം എന്ന് പറയുന്ന ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം രണ്ടാം പൂഴം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവർ നായകന്മാരല്ല. പഞ്ചപാണ്ഡവര് വില്ലന്മാരുമല്ല, കൗരവര് നായകന്മാരുമല്ല, വില്ലന്മാരുമല്ല. അതുപോലെ തന്നെ നമുക്കറിയാം, അത് അദ്ദേഹത്തിന് എങ്ങനെയാവും ചിന്ത കിട്ടിയത്? അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഇല്ല. അദ്ദേഹവും മുമ്പ് കേട്ടിട്ടുള്ളത് മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരെ നായകന്മാരാക്കിയും കൗരവരെ വില്ലന്മാരാക്കിയുമാണ് അദ്ദേഹവും കേട്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ വായനാശീലം, അദ്ദേഹം ചിന്തിച്ചു. മഹാഭാരതം വായിച്ചിട്ട് എവിടെയൊക്കെയാണ് ഇതിൽ നായകൻ, എവിടെയൊക്കെയാണ് ഇതിൽ വില്ലൻ എന്നിങ്ങനെ ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം എത്തിയ നിഗമനമാണ് ഏത്? മഹാഭാരതത്തിൽ നായകന്മാരുമില്ല, വില്ലന്മാരുമില്ല. മഹാഭാരത ഉജ്ജ്വല ശബ്ദാഖ്യൻ. എന്താണ് ഉജ്ജ്വല ശബ്ദാഖ്യൻ? പക്ഷേ ആർക്കും അറിയാത്ത മറ്റൊരു കാര്യമുണ്ടല്ലോ. ഉള്ളൂർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട കവിതയുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു കവിത. ഏതാണെന്ന് പറയാമോ? എന്നാ ഞാൻ പറയട്ടെ. ആരെ കാക്കേ കാക്കേ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഉള്ളൂരില്ല. ഒന്ന് ആലോചിച്ചത്. മഹാകാവ്യം എഴുതിയിട്ടുള്ള ഉള്ളൂരാണ് ഏത് കവിതയും എഴുതിയത്? എഴുതിയത്. ഇനി അന്നത്തെ ജാതി വ്യവസ്ഥ കൊണ്ട് കൃതികളിൽ അപാരമായ ഒരു കവിയുണ്ട്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കുമാരനാശാൻ എഴുതിയ മറ്റൊരു ചെറിയ കവിതയുണ്ട്. എന്ന് പറയാമോ? ഏതെന്ന് പറയാമോ? ഈ
ഇടപൂവ് ചെറിയ കവിതയല്ലോ, ഇടപൂവ് വലിയ കവിതയാണ്. ഒരു ചെറിയ കവിതയുണ്ട് കുമാരനാശാന്റെ തവയും കുഞ്ഞും. കേട്ടോ കേട്ടോ? ആ ഈ വല്ലിയിൽ നിന്നോ ചെമ്മേ പൂക്കൾ പോകുന്നീതാ നമ്മേ തെറ്റി നിനക്കും നീ ചൊല്ലാം നൽകുപാറ്റകളല്ലോ ഇതെല്ലാം മേൽക്കൂമേലിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യെനിക്കു പറപ്പാൻ ആവാത്ത് നിന്നെ എണ്ണി ചുമ്മാ മണ്ണല്ല എന്നോ വരുണ്ണി ഇമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മകരാം അമ്മ ചൊന്നാൽ നാം എന്തറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. എന്താ ഇതിന്റെ ആശയം? ചെറിയ കവിതയാണ്. എന്താ ഇതിന്റെ ആശയം? അതിങ്ങനെ പറയാമോ? അത്തരത്തിലാണ് ഈ മലയാള സാഹിത്യം ഉയർന്നത്. കവിതയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ചങ്ങമ്പുഴയെ പറ്റി അറിയാമോ? ചങ്ങമ്പുഴ കേട്ടോ? ചങ്ങമ്പുഴയുടെ പ്രത്യേകത എന്താ? ചങ്ങമ്പുഴ പഠിച്ചിട്ടുണ്ടോ? ചങ്ങമ്പുഴ ഏതെങ്കിലും കവിതകൾ? ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. കാനന ഛായയിലാടുമേ ഞാനും വരണ്ടയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ ആടെ മറന്നൊന്നും ചെയ്തു കൂടാ. അതുവഴി ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകും അവനതാത്തി നിന്നെ. ഓക്കെ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നുവേൽ നോമലാണ്. ഏതാ കവിത? ഏതാ കവിത? അത് ആരോ പറഞ്ഞു? രമണൻ. ചങ്ങമ്പുഴയുടെ രമണൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വിയോഗത്തിൽ മരിച്ചുപോയപ്പോ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ കവിതയാണേത്? രമണൻ. ചങ്ങമ്പുഴയെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിലൊക്കെ 8നും 9നും ആകുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരാളാണ് ചങ്ങമ്പുഴ. ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മക്കളെ, കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത. എന്താ പറയാമോ? അദ്ദേഹത്തിന്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത. നിങ്ങൾ വായിച്ചിട്ടുള്ള കവിതകൾക്ക് എല്ലാം ഒരു പ്രത്യേകതയാണ്. ഒരു പ്രത്യേകത പറയാമോ? അദ്ദേഹം എഴുതിയിട്ടുള്ളത് ദ്രാവിഡ ഭാഷയിലാണ്. അതായത് നമ്മുടെ തനി മലയാളം. നമ്മുടെ തനി മലയാളം. പണ്ട് എഴുത്തച്ഛന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആധുനിക മലയാള ഭാഷ വന്നെങ്കിലും പിന്നീട് ചങ്ങമ്പുഴ കാൽപ്പനിക കവി ആയതിനു ശേഷം അദ്ദേഹം എഴുതാൻ തുടങ്ങിയതെല്ലാം പഴയ ഏകദേശം തമിഴും മലയാളവും കലർന്ന നമ്മുടെ യഥാർത്ഥ മലയാള ഭാഷയിലാണ്. യഥാർത്ഥ മലയാള ഭാഷ കേട്ടിട്ടുണ്ടോ? എന്നാ ഞങ്ങൾ പറഞ്ഞുതരാതെ. ചങ്ങമ്പുഴയുടെ മനസ്സിലെ മഞ്ചിമ വിടരും പുലർകാലേ നിന്നോരളിലെ നീയൻ മുന്നിൽ നിർവൃതിതൻ പൊൻകഥ പോലെ ദേവനികേത തിരൺമയമകുടം വേദി ദൂരെ ദ്യുതിവിതറി പൊന്നിൻ കൊടിമരമുകളിൽ ശബളിത തന്മജ്വല ഒരു കൊടി മാറി നീലാരണ്യ നിചോള നിവേഷ്ടിത വീകാരാദ്രമാതൃകളിൽ കാവ്യന സജ്ജല കന്യകനക കതിരുകൊണ്ടൊരു കണിവയ്ക്കേ കതിരു തിരുകുമ അദൃശ്യ ശരീരക കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ വീട്ടും മട്ടിൽ കളകളമിളകിയ കാടുകളിൽ. കേട്ടോ? എന്നില്ല തുടുതുടയൊരു ചെറു കവിത വിടർന്നു തുഷ്ടി തുടിക്കും മാറത്തിൽ ചൊകയൊരു ചെറു കവിത വിടർന്നു ചോര തുളുമ്പിയ മാസത്തിൽ
മലരൊഴിച്ചിതറും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുലമുക്കി എഴുതാനുതറിയ കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ. ഇത് ചകമ്പുഴയുടെ ദ്രാവിഡ ഭാഷയാണ്, അതായത് പഴയ മലയാള ഭാഷയാണ്. ഈ കവിതയ്ക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ മലയാള ഭാഷയെ പറ്റി പറയാനേ വായിക്കാൻ വേണ്ടി എപ്പോഴും എന്തായിരിക്കും പട്ട 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 പട്ടാന്നായിരിക്കും നാളെ പോകുന്നത് അല്ലേ? പട്ടപട്ടാന്നല്ലേ ഞാൻ പറയാം. മഞ്ഞൾ തെച്ചി പൂക്കുല പോലെ മഞ്ചുമ വിടരും കുടക്കാതെ നിന്നു എഴുതിയ നീയൻ മുന്നിൽ നിർമ്മുതി തൽപ്പം കഥപോലെ ദേവതി ഹേത കിരൺമയ മകുടം വേദി ദൂരെ ദ്യുതിതറി പൊന്നിൻ കൊടിമല മുകളിൽ ശബളത്തെ തൽവജ്വലൊടി കൊടിവാക്കി നീലാരണ്യതി ചോളതി ദേഹിത ദീപാരാഗ മഹാവിഷ്ണു കാവ്യന സജ്ജന കന്യക കനകം കതിരുകൾ കൊണ്ടൊരു പട്ടപട്ടാന്നല്ലേ പോകുന്നത്. ഇതുപോലെ കവിതയ്ക്ക് മറ്റൊരാളുണ്ട്. അത് പ്രാചീന കവിതകളിൽ ഒരാൾ പ്രാചീന കവിതകളിൽ ഒരാള് ഇതുപോലെ തളത്തിൽ എഴുതിയിട്ടുണ്ട്. ചെറുശ്ശേരി അതെ കുഞ്ചൻ നമ്പ്യാർ കേട്ടോ? കുഞ്ചൻ നമ്പ്യാര് ഏതാ? തുള്ളല് അല്ലേ? നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കേട്ടോ? ഈ വരിയെങ്കിലും എവിടെയും കേട്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. 99 പേരും വന്ന മലകൊണ്ട് ഭോജനം അന്ന് കഴിച്ചു പരിചിട്ട് കോപ്പും കളിച്ചു തുടങ്ങി പരിമളം ഏറിനെ കളമെഴുതി പുലിമുഴ മാലകൾ കൊണ്ട് പെറുക്കി തലമുടി ചീനി വിഴുക്കി അരമണി തുടർമണി അംഗം അരിഞ്ഞാണം ചില തൊൽക്കൂട്ടുകളും മകുട ഘടകം മണികുണ്ടലവും വികട കിരീടം വിദൂരം തലം വിരസിത സുരവിര വളർന്നാലകളും സകല മണിക്ക് തെളിഞ്ഞു നടന്ന പട്ടുകൾ പലതും കെട്ടിയെടുത്തുടൻ 8 മുഴം ചില ചേലകൾ ചുറ്റി പട്ടുമാലും തലയിൽ കെട്ടി തട്ടുകുടുങ്ങും നാടൻ കുടുങ്ങും തൊട്ടുമുഖത്തിനു കുഞ്ഞി വരുത്തി ചട്ടം പലവല കുട്ടികളെത്താ പെട്ടികൾ വിട്ടകം ഇന്ദിര പോലെ ചപ്പറ്റിയിടിയ കനകപ്പൊടികളും ഇട്ടു നിറച്ചതു കെട്ടിയെടുപ്പി ചെട്ടു ദിഗന്ധം വെട്ടും പലവല കൊട്ടുവെടിയും തട്ടി നടത്തി നടന്നു തുടങ്ങി. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കേട്ടോ? ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ? ആ തുടുത്തുണ്ട എഴുതിച്ചേർന്ന് കവിത വിടർന്നു ദുഷ്ട തുടിക്കും മമഹത്തിൽ ചൊവ്വ എഴുതിച്ചേർന്ന് കവിത വിടർന്നു ചോര തുളുമ്പിയ മമഹത്തിൽ. എങ്ങനെയാണ് ഇതൊക്കെ എഴുതാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം എഴുതാൻ പറ്റുമോ? നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആ പല്ല് തേച്ചിട്ട് ചുമ്മാ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അവർക്ക് എന്തുണ്ടായിരുന്നു? വായനയുണ്ടായിരുന്നു അല്ലേ? അവർക്ക് അറിവുണ്ടായിരുന്നു. അത് നമുക്ക് എവിടെ തരും? അറിവ് 2 തരത്തിൽ നമുക്ക് കിട്ടും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് നമ്മൾ അനുഭവത്തിൽ നിന്ന് നമ്മൾ അറിയും, മറ്റേതെന്താണ്? വായനയിൽ നിന്ന് അറിയും. അനുഭവത്തിൽ നിന്ന് അറിയുന്ന അറിവ് ഒരിക്കലും നമ്മളെ ചെയ്യില്ല. പിന്നീട് ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിക്കുക, അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രൂപപ്പെടുത്തും. പക്ഷെ വായനയിൽ നിന്നുള്ള അറിവ് ഒരിക്കലും തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴികാട്ടി കൂടിയാണ് വായനയിൽ നിന്ന് കിട്ടുന്ന അറിവ്. അത് ലോക സാഹിത്യത്തിലെ ഏത് കൃതി എടുത്താലും അതിൽ നിന്നെല്ലാം നമുക്ക് നല്ലത് മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കെമിസ്റ്റ് കേട്ടില്ല? കൊച്ചുമോ പൗല അയ്യപ്പ കൊയ്ലോ എന്നുള്ള സിനിമ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിന് ഇടയ്ക്കിടയ്ക്ക് അത് നായകനാരാ? അതെ, ചിലൊക്കെ പോലെ അത് നായകൻ ഇടയ്ക്കിടയ്ക്ക് അതിലെ കുട്ടികളുടെ കാര്യം പറയും. എന്തൊക്കെയാണ് അറിയാവോ? നമുക്ക് സത്യസന്ധമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ഈ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും എന്ന് അതിൽ ഡയലോഗ്. അത് ഏത് നോവലിൽ നിന്നെടുത്താണ്? ആൽക്കെമിസ്റ്റിൽ നിന്നെടുത്താണ്. ഓക്കെ, ആൽക്കെമിസ്റ്റിന്റെ കഥ എന്താ? അതുകൂടെ ഞാൻ പറഞ്ഞതാണ്. ആൽക്കെമിസ്റ്റിന്റെ കഥ എന്താ? വായിച്ചിട്ടുള്ള ആൽക്കെമിസ്റ്റ്? ഓക്കെ മോളെ, എന്താ ആൽക്കെമിസ്റ്റിന്റെ കഥ? ഒരു ദിവസം ഒരു
പുറപ്പെടുന്നതാണ് കഥ ഭാഗം എന്ന് പറയുന്നത്. പല പ്രതിസന്ധികളും താണ്ടി അയാൾ എന്ത് ചെയ്യുന്നു, ഈ നിധി കണ്ടെത്താനായിട്ട് പോകുന്നു. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ഇരുന്ന പൈസയും നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് കിട്ടിയ പൈസയും നഷ്ടപ്പെട്ടു, ആൾക്കാരെ ഇടിയും കൊണ്ടു നാണം കെട്ട് അവസാനം അദ്ദേഹം ഈജിപ്തിലെത്തി. സ്വപ്നം കണ്ട അതേ സ്ഥലം കണ്ടു, അവിടെ കുഴിക്കാൻ പറഞ്ഞു. നിധിക്ക് വേണ്ടിയിട്ട് കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ച് പോയി എനിക്ക് കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. ഒരു കൊള്ളക്കാരൻ വന്നു, അത് മരുഭൂമിയിൽ കൊള്ളയടിക്കാൻ നിൽക്കുന്നു. അദ്ദേഹമാണ് ദൈവത്തിന്റെ പൈസയെ കഴിച്ചുകൊണ്ട് പോയത്. നീ എന്തിനാണ് കുഴിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇതിന്റെ അകത്ത് നിധിയുണ്ട്, എനിക്ക് ആ നിധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ കൊള്ളക്കാരൻ ചിരിക്കാൻ പറഞ്ഞു. ചിരിച്ചിട്ട് പറഞ്ഞു, മരവട്ട, പണ്ട് ഇതുപോലെ ഞാനൊരു സ്വപ്നം കണ്ടതാണ്. അങ്ങ് ദൂരെ കടലുകൾ താണ്ടി മലകൾ താണ്ടി അക്കരെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയും ആ പള്ളിക്കടുത്തായിട്ടൊരു മരവും ആ മരത്തിന് താഴെ നിധിയും ഞാൻ സ്വപ്നം കണ്ടത് തന്നെയാണ് എന്നാല് പറഞ്ഞു. ആ കൊള്ളക്കാരൻ പറഞ്ഞു. ഇവർ അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ സാന്റിയാഗോ എന്നുള്ളതിന്റെ പേര്, ഇടയപാടിന്റെ പേര് സാന്റിയാഗോ, ഉറക്കെ കരയാനും ചിരിക്കാനും പറഞ്ഞു. കരച്ചിൽ ചിരിയുടെ ഒന്നു. എന്നിട്ട് അദ്ദേഹം നേരെ എവിടേക്ക് പോയി? എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയും അതിന് ചുവട്ടുള്ള മരത്തിന്റെയും മരത്തിന്റെയും അവിടെ നിന്ന് അദ്ദേഹം എന്ത് കണ്ടെത്തി? നിധി കണ്ടെത്തി. വെറുതെ കഥയായിട്ട് തോന്നും. പക്ഷെ ഈ കഥയുടെ ആശയം എന്താ ഈ കഥയുടെ ആശയം? നമ്മളുടെ ഉള്ളിൽ തന്നെ എന്തിരിപ്പുണ്ട്? ഓരോ നിധി ഇരിപ്പുണ്ട്. പക്ഷെ ആ നിധി തേടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകം മുഴുവൻ ചുറ്റുന്നു. കസ്തൂരി തേടി നടക്കുന്ന മാനിയെ പോലെ. കസ്തൂരിമാരുടെ പ്രത്യേകത അറിയാമോ? ആ കാട് മുഴുവൻ സുഗന്ധം പരന്ന് നടക്കും. ആര്? കസ്തൂരിമാൻ. അതിന്റെ ഉള്ളിൽ നിന്നാണ് ആ സുഗന്ധം വരുന്നത് എന്നറിയാതെ. പക്ഷെ ആ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഈ മാൻ തന്നെ തേടി നടക്കും. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഉള്ളില് നമുക്ക് കഴിവുണ്ട്. നമ്മളെ അറിയാതെ ഈ ലോകത്ത് കഴിവില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ചിന്തിക്കുന്നില്ല, അല്ലേ? എല്ലാവരും കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നോ അവിടെയാണ് നമ്മുടെ വിജയം. ആ വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഒന്ന് വായന. നമ്മൾ ഏറ്റവും നല്ല പോലെ വായിക്കുന്നയാള് ഏറ്റവും നല്ല ശക്തനായിരിക്കും. നെപ്പോളിയൻ അറിയാമോ? നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ 1000 ഭരണത്തിനേക്കാൾ ഭയക്കുന്നത് പത്രങ്ങളെയാണ്. ഞാൻ 1000 ഭരണത്തിനെ ഭയക്കുന്നത് തോക്ക്, വെടിയുണ്ടകൾ. 1000 വെടിയുണ്ടകളേക്കാൾ ഞാൻ എന്തിനെ ഭയക്കുന്നു? 4 പത്രങ്ങളെ ഭയക്കുന്നു. അതാണ് അക്ഷരങ്ങളുടെ ശക്തി, വാക്കിന്റെ ശക്തി. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും നമ്മൾ വളരും. പക്ഷേ വായിച്ച് വളർന്നാൽ വിളയും, വായിച്ച് വളർന്നില്ലെങ്കിൽ വളയും. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? അതെ, കുഞ്ഞുണ്ണി മാഷ്. ശരിയല്ലേ? നമ്മൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വളരും, വായിച്ച് വളർന്നില്ലെങ്കിൽ വളയും. അതുകൊണ്ട് നല്ലപോലെ വായിക്കുന്നവൻ നല്ല തുറന്ന ചിന്തയുള്ളവനായിരിക്കുന്നു. അവൻ ആരുടെ മുന്നിലും ഭയക്കുന്നില്ല, അവൻ ആരും പേടിക്കണ്ട. ഒരു നാടകത്തില് കാവലം നാരായണപ്പള്ളി ഒരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ പറയുന്നത് കണ്ണിവന്റെ കാര്യമാണ് നാടകത്തിന്റെ പേര്. നാടകത്തില് ഒരു രാജാവിന്റെ രൂപം എന്ന് പറയുന്നില്ല, പേര് മാത്രമേ രാജാവുള്ളൂ. അഗ്നിവർമ്മ രാജാവ്. അദ്ദേഹത്തിന്റെ ഒരു പടയാളിയുണ്ട്, സേനാനായകനുണ്ട്, കൊത്തുവാളെന്ന പേര്. ഈ കൊത്തുവാള് ചിന്താരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഞാൻ ചുരുക്കി പറയാം, ചിന്താരാമൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോൾ അവർ തമ്മിൽ അടിക്കാനോ കൊത്തുവാള് അദ്ദേഹത്തിന്റെ കമ്പെടുത്ത് ഉയർത്തി ചിന്താരാമനെ അടിക്കാൻ പോകുമ്പോൾ ചിന്താരാമൻ എടുത്ത് കാണിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, പുസ്തകം. ചിന്താരാമന്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകത്തെ എന്ത് ചെയ്യുന്നു? എടുത്ത് കാണിക്കുന്നു. കൊത്തുവാള് വടിയെടുത്ത് കാണിക്കുമ്പോൾ ചിന്താരാമൻ ബുക്കാണ് എടുത്ത് കാണിക്കുന്നത്. എന്താണ് ആശയം? അറിവുണ്ടെങ്കിൽ, വായനയുണ്ടെങ്കിൽ ഒന്നിനെ ഭയക്കണ്ട, ഒരു അധികാരത്തെയും നമ്മൾ എന്ത് ചെയ്യണ്ട, ഭയക്കണ്ട. കാരണം നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മുടെ സ്വതന്ത്രമായ ചിന്തകളുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ സാഹിത്യം വായിക്കുമ്പോഴാണ്. വായനയില്ലെങ്കിൽ ഈ ലോകം തന്നെ ഇല്ല. നമുക്ക് മുമ്പിലുള്ള നിങ്ങൾ ഇന്ന്
എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം പഠിക്കുന്നത്, എല്ലാവരും എഴുതിയിട്ടുള്ളത് അവർക്ക് ഒരു വായനാശീലം ഉള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ലോകത്ത് ശാസ്ത്രം ഉണ്ടായത് വായനയിൽ നിന്നാണ്. ഈ ലോകത്ത് സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് വായനയിൽ നിന്നാണ്. ഈ ലോകം തന്നെ മനോഹരമായി മാറിയിട്ടുള്ളത് വായനയുള്ളത് കൊണ്ടാണ്. വായനയില്ലാത്തത് മനസ്സ് എന്ന് പറയുന്നത് മരുഭൂമി പോലെ വരണ്ടതായി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പച്ചപ്പ് കാണാനാണോ ഇഷ്ടം, മരുഭൂമി കാണാനാണോ ഇഷ്ടം? ഒരു കാട്ടിൽ പോകാനാണോ ഇഷ്ടം, ഒരു മരുഭൂമിയിൽ പോകാനാണോ ഇഷ്ടം? കാട്ടിൽ പോകാനാണോ ഇഷ്ടം? നല്ല നല്ല വെള്ളച്ചാട്ടവും മാനും ആനയും മരങ്ങളും പുല്ലുകളും നല്ല പച്ചപ്പുള്ള ഒരു കാട്ടിൽ പോകാനാണ് നമുക്കെല്ലാം ഇഷ്ടം. അങ്ങനെ നമ്മുടെ മനസ്സ് മാറണമെങ്കിൽ എന്തായി മാറ്റണം? നമ്മള് നല്ല വായനയുള്ളവരായിട്ട് മാറ്റണം. എന്ത് വായിക്കാൻ കേട്ടോ? നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ എന്ത് നമുക്ക് വായിക്കാം. കിട്ടുന്ന ബാലരമ പോലും വായിക്കാം, കളിക്കുടുക്ക പോലും വായിക്കാം, മിന്നാമിന്നി അതുപോലും വായിക്കാം. അതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? അറിവുകൾ ഉണ്ടാകും. ഇപ്പൊ പിന്നെ മിന്നാമിന്നിയൊക്കെ വായിക്കുന്ന നാണയങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല, ഇപ്പോഴും അത് വായിക്കുന്നത് നല്ലത് തന്നെയാണ്. അതൊക്കെ ഈ പ്രായത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയൻ മലയാള സാഹിത്യത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുമ്പും, പിന്നെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷവും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. പൂമൺകാവിൽ നിന്ന് ബസ്സിറങ്ങുമ്പോൾ രവിക്ക് ആയിരം അപരിചിതമായി തോന്നി എന്ന് പറഞ്ഞതാണ് ഖസാക്കിന്റെ ഇതിഹാസം. മറ്റ് സംസ്കാരങ്ങൾ നമുക്ക് മനസ്സിലാവും, മറ്റ് ഭാഷ നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവരുടെ ആരാധന രീതി നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ നമ്മുടെ ആരാധന രീതി, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണം ഇതെല്ലാം നമുക്കറിയാം. അത് മാറി നമ്മൾ മറ്റുള്ളവരുടെ ഭാഷയും മറ്റുള്ളവരുടെ സംസ്കാരവും മറ്റുള്ളവരുടെ ആഹാര ശൈലിയും ആരാധന ശൈലിയും ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വായന ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ലോകകൃതികൾ നമ്മൾ വായിക്കണം. മലയാളം മാത്രമല്ല, ലോകകൃതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതിനവരുടെ ഭാഷ നമ്മൾ പഠിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. നാടൻ പാട്ടുകൾ അറിയാവുന്ന എത്ര പേരുണ്ട്? പോട്ടെ, നാടൻ പാട്ടുകൾ. ഒരു നാടൻ പാട്ടുള്ള പാടിക്കൊണ്ട് ഞാൻ നിർത്താം. നാടൻ പാട്ട് അറിയാമോ? ആരെങ്കിലും നാടൻ പാട്ട് പാടിത്തരും? ആരും പാട്ട് കലോത്സവമൊന്നുമില്ലേ? കലോത്സവമില്ലേ? ഞാൻ പറയാൻ വന്നു. ഈശ്വരൻ പാടിയപ്പോ പറയുന്നത് വന്നു. ഞാൻ വിചാരിച്ചത് അടിക്കാൻ വരുന്ന പോലെ. പക്ഷെ വന്നിട്ട് ഈ മൈക്ക് എടുത്താൽ പാടിയപ്പോ സത്യം പറഞ്ഞ പോലെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട്. പറയാൻ പറ്റില്ല. നല്ല ശബ്ദം, നല്ല അക്ഷര ശോഭയോടെ പാടി. ഓക്കെ ഓക്കെ നാളെ പാടി. ഭാരതപ്പെണ്ണാണേ കവിയാടുപിടിയാണേ തമ്പുരാട്ടിടുകൊണ്ടേകാൻ കൊലവറിയാട്ടേ. ഭാരതപ്പെണ്ണാണേ കവിയാടുപിടിയാണേ തമ്പുരാട്ടിടുകൊണ്ടേകാൻ കൊലവറിയാട്ടേ. കരതരാതിയും കരതയിലാര കരതയും കരതയിലാര കാക്കിയും കര കരയും കര കരയും കരതയിലാര കാക്കിയും കരതയിലാര Terima kasih.
പാടിച്ചോരാണ് പാടിയ പാട്ടുകളെല്ലാം വെറുതെ വെറുകളാണ് ലാടിയ നാടകളെല്ലാം വെറുതെ അടകളാണ് പാടിയ പാട്ടുകളെല്ലാം വെറുതെ വെറുകളാണ് ലാടിയ നാടകളെല്ലാം വെറുതെ അടകളാണ് എന്റെ പാടിയ പാട്ട് പാടിച്ചോരാണ് എന്റെ മാലാടിയ പാടിച്ചോരാണ് എന്റെ പാടിയ പാട്ട് പാടിച്ചോരാണ് എന്റെ മാലാടിയ പാടിച്ചോരാണ് ഇനി ഞാൻ പാടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മാത്രം പോലെ നിങ്ങളുടെ വായി അനങ്ങണം. അതായത് എന്റെ കൂടെ പാടി തരണം. പാടും പാടോ പോലെ പോലെ ശബ്ദം പോലെ അത് ഓർമ്മയൊക്കെ കേൾക്കണം. ഹയർ സെക്കൻഡറി കേൾക്കണം. പാടുമോ? ലാ ലാ ലേ ലാ ലേ 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 ലാ ലാ ലേ ഓ ലേ 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 ലാ ലാ ലേ ലാ ലേ എല്ലാം മനസ്സിലായോ? അപ്പൊ കൂടെ പറയൂ. ലാ ലാ ലേ ലാ ലേ 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 ലാ ലാ ലേ പോൽ ലേ 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 ലാ ലാ ലേ പോൽ ലേ 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 കമ കമ കറിയേ കാകറജി കണമീനും ചെവാസോ നിച്ച് വരുമ്പോൾ കൈ നിലകടി കമ്മേ ലാ ലാ ലേ ലാ ലേ 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 ലാ ലാ ലേ പോൽ ലേ 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 കമ കമ കറിയേ കാകറജി കണമീനും ചെവാസോ നിച്ച് വരുമ്പോൾ കൈ നിലകടി കമ്മേ ലാ ലാ ലേ ലാ ലേ 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 ലാ ലാ ലേ പോൽ ലേ 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 കുടി കണ്ടി കൊടി കൊടി കെട്ടി കെട്ട മുച്ചിക്ക് മായേ കുടി കണ്ടി കൊടി കൊടി പകർത്തി കടി കമ്മേ ലാ ലാ ലേ ലാ ലേ 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 ലാ ലാ ലേ പോൽ ലേ 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 കണ്ടി കൊടി മലയിലേ കണ്ടി കാമലയിലേ കണ്ടി മലയ്ക്ക് ഉദിതാലേ മണിക്കടി ലാ ലാ ലേ ലാ ലേ ലാ ലാ ലേ പോൽ ലേ ലേ കുമുലയിലടി പൂരി കുമുലയിൽ പാലകി കടിയ കണ്ണുടിക്ക് വിടാ ഇന്ന മണിക്കടി കുമിടാ ലാ ലേ ലാ ലേ ലേ ലാ ലേ പോൽ ലേ ലേ കുവാ കുവാ നായകുട്ടി രാമകുരുനായകുട്ടി തെളിവിലവർക്ക് കണ്ണി പോലെ നിന്റെ വാക്കുവാ നായകുട്ടി ലാ ലാ ലേ ലാ ലേ ലേ ലാ ലാ ലേ പോൽ ലേ ലേ വീട്ടിൽ പോയിട്ട് വായിക്കണം. വായിക്കോ? ഒരു കഥ വെച്ച് വായിച്ചാൽ ഒരു കഥ ചെറുകഥ ഒരു കഥ ഒരു ദിവസം വെച്ച് വായിച്ചാൽ അല്ലെങ്കിൽ ഒരു കവിത ഒരു ദിവസം വെച്ച് വായിച്ചാൽ മതി. ഇനി അടുത്ത വർഷം വായനാ ദിനത്തിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ഒരു ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പവർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വായന തന്നിരിക്കും. അത് 100% എവിടെ വേണോ എഴുതിയിട്ടോ വായന തന്നിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ജൂൺ 19 വായനാ ദിനത്തിന് മാത്രം വായിക്കാൻ നിൽക്കുന്ന ഒരു അവസരമായിട്ട് അത് മാറ്റരുത്. ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? വായിച്ചു തുടങ്ങണം. അത് മനസ്സിലായോ? മനസ്സിലായോ? ഇങ്ങനെ ഒരു മിനിറ്റ് ചെയ്യാം. നേരത്തെ സാർ പറഞ്ഞു ദൈവഭാഗ്യമായിട്ടൊരു അവസരം കിട്ടുന്നുണ്ട് ഒരു ചെറിയ സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അതിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഈ അവസരങ്ങൾ കിട്ടാൻ കാരണമായിട്ടുള്ളതാണ് ഈ സിനിമ ഓണായിട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ്
അതുകൊണ്ട് നമ്മളെ താഴെയൊക്കെ ചെയ്യില്ലേ വാഴ വിഭവനൊക്കെ ചെയ്ത അവരുടെ പ്രൊഡക്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തിരുവനന്തപുരം ശബ്ദം വേണോ? എന്റെ ശരീരത്തിൽ ഒന്നാണ് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് അമരങ്ങൾ അന്തോണിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവരുണ്ടോ? അമരങ്ങൾ അന്തോണിയെന്ന് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചാണ് അറിയാമോ? ശശികാരിക. അതെ, അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ചോളെ. അതെ, ജനാർദ്ദൻ അറിയാമോ? ജനാർദ്ദൻ നസീർ അറിയാമോ? അതെ, നിത്യഹരിതനായകനാണ്. അതെ, എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടാണ് നസീർ. അദ്ദേഹത്തിന്റെ ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? ജുറാസിക് പാർക്ക്. ഓ, ഈ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ചിത്രത്തെ നമുക്ക് തമിഴിലോട്ട് മാറ്റി നോക്കാം. ജുറാസിക് കേട്ടോണേ. ഇന്ത്യൻ പ്രദേശങ്ങളിൽ മുതൽ പറയാതെ തിരക്കിലുള്ള സമാനമായ പുതിയ ബ്രഹ്മാണ്ഡത്തിൽ ജുറാസിക് പൂങ്കാവനം കാണുന്നതാണ് ജുറാസിക് പൂങ്കാവനം. Thank you. അപ്പോ എന്നെ ഈ പരിപാടിക്ക് വിളിച്ച സ്കൂളിലെ ഓരോ അധ്യാപകർക്കും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര രസമുണ്ട്. ഈ ഫോട്ടോ ഞാൻ പറഞ്ഞില്ല, നേരത്തെ അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലൊക്കേഷൻസ് ഇല്ല ഈ ഫോട്ടോ. അപ്പൊ ആ ഫോട്ടോ തന്നെ വരച്ചതിന് ഒരുപാട് സന്തോഷം. വരച്ച ആളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. ആ ഭാഗ്യം സമ്മാനിച്ചത് ഒരുപാട് നന്ദി പറയുന്നു. അവർ ഇതിനു വേണ്ടി എടുത്ത സമയം, എനിക്ക് വേണ്ടി എടുത്ത സമയത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.
താങ്ക് യു. പിന്നെയും സർപ്രൈസ്. ഇത് ഈ പെൻസില് ആർട്ടിസ്റ്റ് പെൻസിലാണ്, അതായത് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചാർക്കോൾ രീതിയിലുള്ള പെൻസിലാണ്. അത് തന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അനന്തദേവോ എന്ന് വിളിച്ചോട്ടെ. എന്റെ കയ്യിൽ ഇപ്പം അനന്തനെ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷെ അതേസമയത്ത് ഒരുപാട് മനസ്സിലാക്കിയ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി ഉയരങ്ങൾ എത്തട്ടെ, ഒരുപാട് വരയ്ക്കുക, ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുക്കുക, ഒരുപാട് വേദികൾ കൈയടക്കാൻ പറ്റട്ടെ. അതിന് ഞാൻ ഇതിൽ നിന്ന് പെൻസിൽ കൊടുക്കുകയാണേ. ഒരു മുഖാലായി അടിപൊളിയായിരുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ സാർ അഭിനയിച്ച സിനിമ ഞാൻ തോന്നന്റെ കാര്യമാണ്. തോന്നത്തിലുള്ള വിപിൻ ദാസാണ് പിന്നെ അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ തോന്നത്തിലുള്ള ഒരുപാട് ഒത്തിരി പേരുണ്ട് അതിൽ. അറിയായിരിക്കും സരിയാണ് മോള്. ഞാൻ തോന്നക്കയാണ് താമസിക്കുന്നുണ്ട്. അവര് സിനിമ പോയി കാണുന്നതുകൊണ്ട് കാണാൻ വേണ്ടി എനിക്ക് കുടുംബസമേതം വളരെ സന്തോഷമുള്ളതാണെങ്കിൽ ഇതുപോലെ ഒരു കാണണമെന്ന് പറഞ്ഞാൽ ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് സന്തോഷം വന്നതിന്. ശ്രീ ഗോകുൽ, എൻ്റെ അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ കർത്തവ്യം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വന്ന് വളരെ കഴമ്പുള്ള ഒരു ക്ലാസ് പ്രസംഗം ഇതെല്ലാം നടത്തി നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗോകുൽ, അദ്ദേഹത്തിന് വളരെയധികം നന്ദി നേടിയ കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കലാജീവിതം